നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാസം 1000 രൂപയുടെ സ്ത്രീ സുരക്ഷാ പെൻഷന് അപേക്ഷിച്ച ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് അവർക്ക് 1000 രൂപയുടെ പെൻഷൻ ലഭിച്ചിരുന്നു. വീണ്ടും അവർക്കൊരു പെൻഷൻ വിതരണം തുടങ്ങുകയാണ്. ഈ മാസവും അവർക്ക് പെൻഷൻ 1000 രൂപയായിരിക്കും ലഭിക്കുക. എന്നാൽ ഇപ്പോൾ അപേക്ഷ സമർപ്പിച്ച ഏകദേശം 3 ലക്ഷം അധികം ആളുകൾക്ക് ഇപ്പോഴും സബ്മിറ്റഡ് എന്ന് മാത്രമാണ് കാണിക്കുന്നത്. ഇങ്ങനെ കാണിക്കുന്ന ആളുകൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അടുത്ത വിതരണത്തിൽ ഇവർക്ക് പെൻഷൻ ലഭിക്കുമോ എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് നോക്കുക. കഴിഞ്ഞ മാസം പെൻഷൻ ലഭിച്ച ആളുകൾ ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്കിനി എല്ലാ മാസവും പെൻഷൻ ലഭിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ അന്ന് പെൻഷൻ ലഭിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്രൂവലായി പെൻഷൻ ഐ ഡി ആയിട്ടും പെൻഷൻ ലഭിക്കാത്ത ആളുകളുണ്ട്. അതുപോലെ തന്നെ സബ്മിറ്റഡ് എന്ന് മാത്രം കാണിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ കാണിക്കുന്ന ആളുകൾ ഒരിക്കൽ കൂടി ചെക്ക് ചെയ്യുക. ഇപ്പോഴും സബ്മിറ്റഡ് എന്ന് മാത്രമാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾ പഞ്ചായത്തുമായി ഫോൺ മുഖേനയോ അതല്ലെങ്കിൽ വാർഡ് മെമ്പർമാർ മുഖേനയോ നേരിട്ടോ അന്വേഷണം നടത്തി അപേക്ഷയിൽ എന്തെങ്കിലും തരത്തിലുള്ള അപാകതകളുണ്ടെങ്കിൽ പരിഹരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വെരിഫൈ ആയതിനു ശേഷം പെൻഷൻ ലഭിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അവരും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ പഞ്ചായത്തിലെത്തി കാര്യങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് പെൻഷൻ അയച്ചിട്ടുണ്ടാകാം. അവരുടെയുമായി ബന്ധപ്പെട്ട ബാങ്ക് അക്കൗണ്ടിലെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും പെൻഷൻ ലഭിക്കാത്തത്. ഇന്നലെ നമ്മുടെ വാട്സപ്പിൽ വന്നൊരു കാര്യമായി നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായത്, അവർക്ക് പെൻഷൻ അപ്രൂവലായി പെൻഷൻ ഐ ഡി ആയ ഒരു വ്യക്തിക്ക് ഇന്നലെ പെൻഷൻ ലഭിച്ചിട്ടിരുന്നില്ല. എന്നാൽ നമ്മൾ അന്വേഷിച്ച സമയത്ത് സർക്കാരിൽ നിന്ന് അവർക്ക് പെൻഷൻ അയച്ചിട്ടുമുണ്ട്, പക്ഷേ അവരുടെ അക്കൗണ്ടിൽ എത്തിയിട്ടുമില്ല. ഇങ്ങനെ നോക്കുന്ന സമയത്താണ് അവരുടെ അക്കൗണ്ട് നമുക്ക് മനസ്സിലാകുന്നത് അവരുടെ അക്കൗണ്ട് ഫ്രീസിങ് മോഡിലാണ്. നമുക്കറിയാം, നമ്മൾ അക്കൗണ്ട് എടുത്ത് കുറച്ച് കാലം ഉപയോഗിക്കാതിരുന്ന് കഴിഞ്ഞാൽ താൽക്കാലികമായി അക്കൗണ്ട് ഫ്രീസ് ആകും. പിന്നീട് നമ്മുടെ ഫോട്ടോ, പാൻ കാർഡിൻ്റെ കോപ്പി, ആധാർ കാർഡിൻ്റെ കോപ്പിയുമായി ചെന്ന് KYC പൂർത്തിയാക്കിയാൽ കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമ്മുടെ അക്കൗണ്ട് ആക്റ്റീവ് ആയിരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ 10 വർഷത്തിലധികമായി ഉപയോഗിക്കാത്ത അക്കൗണ്ട് ആണെങ്കിലും ശരി, ഇതേമാതിരി ഒന്ന് നമ്മൾ ചെയ്യണം. അതിലേക്കൊരു ട്രാൻസാക്ഷൻ നടത്തണം. അതുപോലെ തന്നെ നമ്മുടെ പാൻ കാർഡ്, ആധാർ കാർഡ്, ഫോട്ടോ എന്നിവയുമായി ചെന്ന് നമ്മൾ ബാങ്ക് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം, അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്യണം. അതിലേക്ക് പൈസ ഇടുകയും പൈസ എടുക്കുകയും എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമ്മുടെ അക്കൗണ്ട് ആക്റ്റീവ് ആവുകയുള്ളൂ. ഇങ്ങനെ ആക്റ്റീവായ അക്കൗണ്ടിലേക്ക് മാത്രമായിരിക്കും നമ്മുടെ പെൻഷൻ അതിലേക്ക് കയറുകയുള്ളൂ. അല്ലാത്ത ആളുടെ പണം തിരിച്ച് സർക്കാരിൻ്റെ സംവിധാനത്തിലേക്ക് തന്നെ തിരിച്ച് കയറുന്നതാണ്. അങ്ങനെ കയറിക്കഴിഞ്ഞാൽ പിന്നീട് ആ പെൻഷൻ ലഭിക്കാൻ സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെ പെൻഷൻ അപേക്ഷ ലഭിക്കാത്ത ആളുകൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ബാങ്ക് അക്കൗണ്ട് പുതിയതെടുത്ത ആളുകൾ പ്രത്യേകിച്ചും ചെയ്യേണ്ട ആവശ്യമില്ല. പഴയ ബാങ്ക് അക്കൗണ്ട് കൊടുത്ത ആളുകൾ, ഇതിൽ തന്നെ പലരും മുമ്പ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എടുത്ത അക്കൗണ്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റുഡൻ്റ് അക്കൗണ്ടായി എടുത്ത അക്കൗണ്ടുണ്ട്. ഇങ്ങനെ അക്കൗണ്ട് നമ്പർ കൊടുത്ത ഒരുപാട് ആളുകളുണ്ട്. ഇങ്ങനെയുള്ള അക്കൗണ്ടിലേക്കൊന്നും ഈ ഒരു പണം ലഭിക്കുകയില്ല, കയറുകയില്ല. അതുകൊണ്ട് അക്കൗണ്ട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പഞ്ചായത്തിൽ നേരിട്ടെത്തേണ്ട ആളുകൾ നേരിട്ടെത്തി അന്വേഷണം നടത്തുകയും ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുപോലത്തെ ഇൻഫർമേറ്റീവ് വീഡിയോ മാത്രമായിരിക്കും വരുന്നത്. ഞാൻ ഒരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.